നമസ്കാരം. ഇത്രയും നാൾ ഒപ്പം കൊണ്ടു നടന്ന ഇസ്രായേലിനെ അവസാന നിമിഷത്തിൽ ചതിച്ചിരിക്കുകയാണ് ട്രംപ് എന്നൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഹമാസിനെ കെട്ടിപ്പുണർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കനത്ത ആശങ്ക സമ്മാനിച്ച് ട്രംപ് ഒരു വല്ലാത്ത കളി കളിച്ചു. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇത് വലിയ ചർച്ചയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിനും ഇസ്രായേലിനും ഇത്രയധികം തിരിച്ചടിയായ മറ്റൊരു രാഷ്ട്രീയ നീക്കം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നെതന്യാഹുവിന് കൂനിന്മേൽ കുരുവായി ട്രംപിൻ്റെ പുതിയ നിലപാടുകൾ. ഇസ്രായേലിനെ വിഡ്ഢികളാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നോക്കുകുത്തിയാക്കി പലസ്തീൻ്റെ സമാധാനത്തിന് ഒരു നിർണായക നീക്കം കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയല്ലോ. ഇസ്രായേലിൻ്റെ ശത്രുക്കളായ ഹമാസുമായി അമേരിക്കൻ പ്രതിനിധിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനുമായ ജെറഡ് കുഷ്ണറാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം പശ്ചിമേഷ്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ഗസയുടെ രാജ്യമെന്ന നിലയിൽ പലസ്തീന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച് ഒക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അമ്പരപ്പോടെയാണ് ഇപ്പോൾ ഈ വാർത്തയെ കാണുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതിനൊരു കാരണമുണ്ട്. അതേക്കുറിച്ച് നമുക്ക് ആദ്യം പരിശോധിക്കാം. അമേരിക്ക മുൻകൈയെടുത്ത് നടപ്പാക്കിയ ഗസ സമാധാന പദ്ധതിയെ ഇസ്രായേൽ തള്ളിയതിനു ശേഷമാണ് അമേരിക്ക അതിന് വിരുദ്ധമായി ഹമാസുമായി സംസാരിക്കുന്നത്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അവിടെ മുളയിലേ നുള്ളപ്പെട്ടു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിന്റെ നിലപാടിനെ എതിർത്ത് 8 മുസ്ലിം രാജ്യങ്ങൾ പ്രസ്താവന ഇറക്കി മണിക്കൂറുകൾക്കുള്ളിലാണ് അമേരിക്കയുടെ നീക്കത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വരുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമേരിക്കയെ കൂട്ടുപിടിച്ച് യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ ഇപ്പോൾ സ്വന്തം നിലയിൽ ലെബനനിലും ഗസയിലും ആക്രമണം നടത്തുകയാണ് എന്ന കാര്യം നമുക്കറിയാമല്ലോ. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇറാനെ ഒറ്റപ്പെടുത്താൻ നോക്കി സ്വയം ഒറ്റപ്പെടുകയാണ്. യുദ്ധം ചെയ്യാൻ കൂടെ ആളില്ലാതാവുകയാണ്. നിലനിൽപ്പിന് വേണ്ടി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് ഇതിൻ്റെ പ്രാഥമികമായ അർത്ഥം. എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഹമാസുമായി ട്രംപ് നടത്തുന്ന ചർച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ വ്യക്തമായി പറയണം. ആദ്യമേ പറയട്ടെ, ട്രംപിന്റെ ഹമാസ് അനുകൂല നീക്കത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത ആശങ്കയിലേക്ക് വഴുതി വീണിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, തങ്ങൾ മാറ്റി നിർത്തിയിരുന്ന ഹമാസിനോട് അമേരിക്ക നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. ജെറാൾഡ് കുഷ്ണർ അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനാണ്. അദ്ദേഹം കെയ്റോയിലേക്ക് പറന്നിറങ്ങി ഈജിപ്ഷ്യൻ സംസ്ഥാനമായ കെയ്റോയിലെത്തി ഖലീൽ അൽ ഹയ്യയുമായി സംസാരിച്ചിരിക്കുന്നു. ഖലീൽ അൽ ഹയ്യയാണ് ഇപ്പോൾ ഹമാസിന്റെ തലവനായി പ്രവർത്തിക്കുന്നത്. ഹമാസിന്റെ ടോപ്പ് ലീഡർഷിപ്പ് പലരും പല സമയങ്ങളിലായി കൊല്ലപ്പെട്ടു. ഇപ്പോൾ അൽ ഹയ്യയാണ് ഹമാസിന്റെ തലവൻ, അല്ലെങ്കിൽ ഹമാസിന് വേണ്ടി സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വം. ഹമാസിന്റെ ഒരു നേതൃപദവിയിലുള്ള ഏറ്റവും നിർണായകമായ പരിചിതമായ മുഖമെന്ന് പറയുന്നത് ഖലീൽ അൽ ഹയ്യയുടേതാണ്. അദ്ദേഹവുമായി അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ നേരിട്ട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പദവിയെ, ആ വ്യക്തിത്വത്തെ, ആ മുഖത്തെ ഒക്കെ അമേരിക്ക അംഗീകരിക്കുന്നു, അമേരിക്ക ചേർത്ത് നിർത്തുന്നു എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് നെതന്യാഹുവിന് എത്രത്തോളം കനത്ത പ്രഹരമാണ് സൃഷ്ടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കാരണം നെതന്യാഹു ഏറ്റവും അധികം വെറുക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറിച്ചെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയും അതിൻ്റെ നേതാവുമാണ് അമേരിക്ക എന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവനുമായി നേർക്കുനേർ സംസാരിച്ചത്. ഇതോടുകൂടി പശ്ചിമേഷ്യയുടെ നയതന്ത്ര രാഷ്ട്രീയം മൊത്തത്തിൽ മാറിമറിയുകയാണ്. പലസ്തീൻ്റെ സ്ഥിരത, പലസ്തീൻ്റെ നിലനിൽപ്പ്, ഹമാസിൻ്റെ സാന്നിധ്യം, ഹമാസിൻ്റെ ശക്തി എന്നിവയൊക്കെ അമേരിക്ക അംഗീകരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്രായേൽ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു സംഘടനയെ, അതിൻ്റെ തലവനെ അമേരിക്ക അതിഥിയെ പോലെ വിളിച്ചു വരുത്തി കസേരയിട്ട് കൊടുത്ത് നേർക്കുനേർ സംസാരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നു, അവരുടെ നിലപാടുകൾ അംഗീകരിക്കുന്നു, അവരുമായി ചേർന്ന് സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ എത്രത്തോളം വേദനാജനകമായാണ് നെതന്യാഹുവിന് തോന്നുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്ന തലത്തിലേക്ക് അമേരിക്ക മാറുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിന് കടുത്ത ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യമാണ്.
ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. കുഷ്നർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, അവിടെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ഉണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിന്റെ ആളായിട്ട് തന്നെയാണ് അവിടെ എത്തിയത്. ഇപ്പോൾ ബോർഡ് ഓഫ് പീസിന്റെ ഒരു ഭാഗമാണ് ടോണി ബ്ലെയർ. അതുപോലെ തന്നെ ഒരു റഷ്യൻ പ്രതിനിധിയുണ്ട്. അത് ആ ബോർഡിന്റെ, അതായത് ഗസ പീസ് പ്ലാനിന്റെ, ഗസയുടെ സമാധാന ബോർഡ് ഉണ്ടല്ലോ, അതിന്റെ പ്രതിനിധിയായി എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും തുർക്കിയുടെയും പ്രതിനിധികൾ കെയ്റോയിൽ സമ്മേളിച്ച് ഹമാസിന്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അമേരിക്കൻ ദൂതനായ ജെറഡ് കുഷ്നറുമായി ഗസ സമാധാന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. ഒന്ന് നോക്കുക, ഹമാസിനെ അംഗീകരിക്കുന്ന, ഹമാസിനെ ചെവിക്കൊള്ളുന്ന ഇത്രയധികം രാജ്യങ്ങളും അതിൻ്റെ പ്രതിനിധികളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഈജിപ്തിൽ ഒത്തുചേർന്ന് ഹമാസിന്റെ തലവനുമായി കൂടിയാലോചനകൾ നടത്തുന്നു. അതനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നു. അതുപോലെ പലസ്തീനിൽ ഇടപെടൽ നടത്താൻ പോകുന്നു. ഹമാസിനെ സംബന്ധിച്ച് ഒരിക്കലും പലസ്തീന് നാശമുണ്ടാക്കുന്ന ഒന്നും അവർ നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കില്ല. നേരെ മറിച്ച് അവരെന്താണ് പറയാൻ പോവുക? അവർ ഗസയുടെ വികസനത്തെക്കുറിച്ചും സ്ഥിരതയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും അതിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെയായിരിക്കും സംസാരിക്കുക. അത് കഴിഞ്ഞ് അതൊക്കെ അംഗീകരിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാമെന്ന് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ ഇസ്രായേലിന് കനത്ത പ്രഹരമാണ് കിട്ടുന്നത്. കാരണം പലസ്തീൻ ഒരു രാജ്യമേ അല്ല, പലസ്തീൻ ഒരു രാജ്യമായി അംഗീകരിക്കില്ല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തിന്റെ തലവനാണ് നെതന്യാഹു. നെതന്യാഹു തള്ളി പറഞ്ഞിട്ടും ഹമാസിനെ വിളിച്ചുകൊണ്ടുവന്ന് ചർച്ച നടത്താൻ ട്രംപും മറ്റു രാജ്യങ്ങളുടെ പ്രതിനിധികളും തയ്യാറായിട്ടുണ്ടെങ്കിൽ നെതന്യാഹുവിന്റെ വാക്കിന് പുല്ലുപോലും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും നിർണായകമാകുന്നത് എന്നതിന് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടിയുണ്ട്. 15 ഗസ പീസ് പ്ലാൻ അത് ട്രംപ് മുന്നോട്ട് വെച്ചതാണ്. അതായത് ഗസയിൽ ഹമാസിന്റെ മേധാവിത്വം അവസാനിപ്പിക്കുക, ഹമാസ് ആയുധങ്ങൾ വെച്ചൊഴിയുക, ആയുധങ്ങൾ സമാധാനപരമായി വെച്ചൊഴിഞ്ഞതിന് ശേഷം അധികാരത്തിൽ നിന്ന് ഹമാസ് മാറി നിൽക്കുക, ഇസ്രായേലി സൈന്യം പൂർണ്ണമായി ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, ഗസയുടെ മണ്ണിൽ ഇനി ഒരിക്കലും ഇസ്രായേലിന്റെ ട്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കുക, ടെക്നോക്രാറ്റുകളും മറ്റും ഉൾപ്പെടുന്ന ഒരു ഉന്നത അധികാര സംഘം തൽക്കാലം ഹമാസ് ഭരിച്ചിരുന്ന ഗസയിൽ ഭരണത്തിലെത്തുക, അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തുക, അതിനും ശേഷം പൊതു തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന് അധികാരം കൈമാറുക, സമാന്തരമായി പലസ്തീന്റെ പുനർനിർമ്മാണം സാധ്യമാക്കുക, 90% തകർന്ന ഗസയെ വീണ്ടും പഴയതുപോലെയാക്കുക, ഇതൊരു ടൈം ഫ്രെയിം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നിങ്ങനെയൊക്കെയാണ് ട്രംപ് വിഭാവനം ചെയ്ത ഗസ സമാധാന പദ്ധതി അല്ലെങ്കിൽ റോഡ് മാപ്പ് ടു പീസ് ഇൻ ഗസ എന്ന് പറയുന്നത്. ദോഷം പറയരുതല്ലോ, പലസ്തീൻ ജനതയ്ക്ക്, പലസ്തീനിലെ ഇസ്രായേലിന്റെ ക്രൂരത അനുഭവിച്ച് തകർന്നടിഞ്ഞു പോയ സാധാരണ മനുഷ്യർക്ക് തിരിച്ചു വരാനും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുമുള്ള ഒരു നല്ല മാർഗമാണ് ട്രംപ് പറഞ്ഞ കരാർ. അത് നടപ്പാവുകയാണെങ്കിൽ അത് എത്രത്തോളം നടപ്പാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ട്രംപ് ആയതുകൊണ്ട് ആ കരാർ ഇടയ്ക്ക് വെച്ച് നിർത്തുമോ, അല്ലെങ്കിൽ അതൊരു ചതിയാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ മറുവശത്തും വരുന്നുണ്ട്. പക്ഷേ ആ കരാർ അതുപോലെ നടക്കുകയാണെങ്കിൽ അത് പലസ്തീൻ ജനതയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു കാര്യമാണ്. അതിനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, ഇതിൽ ഗസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായി സ്പഷ്ടമായി പറയുന്നുണ്ട്. അതിലേക്ക് ധനസമാഹരണം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എത്ര കാലം കൊണ്ട് പൂർത്തീകരിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ടൈം ഫ്രെയിം ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതോടുകൂടി പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറും. ഇസ്രായേലിൻ്റെ യാതൊരു വിധത്തിലുള്ള ഇൻ്റർഫിയറൻസും അവിടേക്ക് ഉണ്ടാവുകയില്ല. ഇസ്രായേലിനെ പോലെ തന്നെ പലസ്തീനും, അതായത് ഇന്ത്യയൊക്കെ പിന്തുണയ്ക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാര ഫോർമുല, അതായത് പലസ്തീനെയും സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം, ഈ ഒരു നടപടി ഉണ്ടായാൽ അതിന് പിന്നാലെ നടപ്പിലാകും. പിന്നെ ഇസ്രായേലും പലസ്തീനും തമ്മിൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യത പോലും അവിടെ ഉണ്ടാകില്ല. വളരെ മികച്ച ഒരു പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത്. എന്ന് മാത്രമല്ല, ഇത് നഷ്ടപ്പെട്ട മുഖം വീണ്ടെടുക്കാനുള്ള ട്രംപിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഒരു പദ്ധതി കൂടിയാണ്. ട്രംപ് അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് പൂർത്തിയാകുന്ന രീതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അദ്ദേഹത്തിന്റെ വാശി അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അമേരിക്കയും ഹമാസും ഒക്കെ തമ്മിൽ ഒരു അനൗപചാരികമായ ധാരണയിലെത്തി ഇത് ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇസ്രായേൽ ഇതിന് ഉടക്കുമായി എത്തുന്നത് എന്ന കാര്യം പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം. തങ്ങൾ സേനകളെ പിൻവലിക്കാൻ തയ്യാറല്ല എന്നാണ് നെതന്യാഹു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വീണ്ടും വീണ്ടും യുദ്ധം നടത്തണം, വീണ്ടും വീണ്ടും പലസ്തീനിൽ ചോരപ്പുഴ ഒഴുക്കണം, വീണ്ടും വീണ്ടും ആ നാട്ടിൽ സ്ഫോടനങ്ങൾ നടക്കണം, അങ്ങനെ ആ യുദ്ധം ലൈവായി കൊണ്ടുപോകണമെന്ന ചിന്തയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ മറികടന്നുകൊണ്ട് പറയുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായി കാണണം.
പലസ്തീൻ വിഷയത്തിൽ ഒന്നിച്ചു പോയ രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. പക്ഷേ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും രണ്ട് ഭരണാധികാരികളും വിരുദ്ധ നിലപാടുകളിൽ രണ്ട് വശത്ത് നിൽക്കുന്നു എന്നുള്ളത് കാണാതിരുന്നുകൂടാ. എന്തായാലും ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ സേനകളെ തങ്ങൾ പിൻവലിക്കൂവെന്നും അല്ലാതെ സേനകളെ പിൻവലിക്കില്ലെന്നും നെതന്യാഹു കട്ടായം പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. പക്ഷേ ഹമാസ് ആ ഡിമാൻഡിന് ചുട്ട മറുപടിയുമായി രംഗത്തെത്തുകയാണ് ചെയ്തത്. ഹമാസ് പറയുന്നത് തങ്ങൾ നിരായുധരാകാൻ തയ്യാറാണ്, പക്ഷേ സേനകളെ ആദ്യം പിൻവലിക്കണം, പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നാണ്. ഗസയെ സ്വതന്ത്രമാക്കുമെന്ന് ഉറപ്പായാലേ തങ്ങൾ ആയുധം താഴെ വയ്ക്കൂ എന്ന് ഹമാസ് ആവർത്തിക്കുന്നു. ഇത് തന്നെയാണ് ഗസയിലേക്കുള്ള യുദ്ധത്തിന് മുമ്പും ഹമാസ് പറഞ്ഞ കാര്യം. നിങ്ങൾ ഗസയെ സ്വതന്ത്രമാക്കുക, പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുക, ഇങ്ങോട്ടേക്കുള്ള സൈനിക നടപടി എന്നേക്കുമായി അവസാനിപ്പിക്കുക. അപ്പോൾ ഹമാസ് ആയുധം താഴെ വെക്കുമെന്നായിരുന്നു ഹമാസിന്റെ ആദ്യകാലം മുതലെയുള്ള നിലപാട്. അത് അംഗീകരിക്കാതെയാണ്, അത് ചെവിക്കൊള്ളാതെയാണ് 2.5 വർഷക്കാലത്തിലേറെക്കാലം നീണ്ടുനിന്ന കൊടിയ ക്രൂരതയും കൂട്ടക്കൊലയും വംശഹത്യയും അടങ്ങിയ യുദ്ധവുമായി ഇസ്രായേൽ ഗസയിൽ തുടർന്നത്. ഹമാസിനെ പൂർണ്ണമായും തകർക്കാൻ കഴിയില്ല, ഗസ പിടിച്ചെടുക്കാൻ സാധിക്കില്ല, ഇനിയും യുദ്ധം ചെയ്യാനുള്ള ആവതില്ല എന്നൊക്കെ ബോധ്യപ്പെട്ടപ്പോഴാണ് അമേരിക്ക ഇടപെട്ട് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ച് ആ കരാർ കൊണ്ടുവന്നത്. അതിൻ്റെ അടുത്ത ഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗസ പീസ് പ്ലാൻ. പക്ഷെ അവിടെയാണ് ഇസ്രായേൽ കർട്ടൻ റൈറ്റായി ട്രംപിന്റെ മുഖത്ത് നോക്കി പറയുന്നത് തങ്ങൾ ഗസ സമാധാന പദ്ധതിയെ അംഗീകരിക്കുന്നില്ല എന്ന്. എന്താണ് ഇസ്രായേൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് നോക്കൂ. അത് ഇസ്രായേലിലെ വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഒക്ടോബർ മാസം അവസാനം പൊതുതെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അപ്പോൾ ഗസയുടെ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് കാർഡിൽ എന്തെങ്കിലും പോസിറ്റീവായി കാണിക്കാനില്ലാതെ എങ്ങനെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുക? ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ തന്നെ നെതന്യാഹുവിനെതിരായി മാറിക്കഴിഞ്ഞു. ജനപിന്തുണ നെതന്യാഹുവിന് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക്, മുന്നണിക്ക് കേവല ഭൂരിപക്ഷമായ 61-ലേക്ക് എത്താൻ പാടുപെടേണ്ടി വരും എന്നു തന്നെയാണ് അവിടുത്തെ അഭിപ്രായ സർവേകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ വിജയവും വീണ്ടും ഉള്ള പ്രധാനമന്ത്രി പദവും അത്ര എളുപ്പമല്ല എന്ന് നെതന്യാഹുവും ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഹമാസിന് കൈകൊടുത്ത് ഒരു വലിയ റിസ്ക് എടുക്കാൻ ഒരിക്കലും നെതന്യാഹു തയ്യാറാകില്ല. അതുകൊണ്ടാണ് നെതന്യാഹു ട്രംപിനെതിരെ നിൽക്കുന്നത്. പക്ഷെ ട്രംപിനെ സംബന്ധിച്ച് നെതന്യാഹു ആ സ്ഥാനത്ത് നിന്ന് പോയാലും ഇല്ലെങ്കിലും തങ്ങൾ പീസ് പ്ലാനുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അഭിപ്രായം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ നെതന്യാഹുവിന് പറയാൻ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ: ഹമാസുമായി യാതൊരു ബന്ധവും വേണ്ട, ഞങ്ങൾക്ക് ആ ബന്ധം വേണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്കും ആ ബന്ധം വേണ്ട എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് മാത്രമേ നെതന്യാഹുവിന് പറയാനാകൂ. അതാണ് നെതന്യാഹു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കപ്പെടുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ ഇസ്രായേൽ സേനകൾ 60% ഗസയുടെ ഭൂമി പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് കണക്ക്. പക്ഷേ നെതന്യാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ച് ഗസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഉണ്ടാകാത്തിടത്തോളം കാലം നെതന്യാഹുവിന് താൻ പൂർണ്ണമായി ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനതയ്ക്ക് മുന്നിൽ വരാനും കഴിയില്ല. അതിനിടയിലാണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ഹമാസിനെ ആലിംഗനം ചെയ്ത് ട്രംപ് പുതിയ പദ്ധതികളുമായി ഗസയിൽ മുന്നോട്ട് പോകുന്നത്. അതിനെ തകർക്കാൻ കഴിയാത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റുകൾക്ക് മുന്നിൽ നെതന്യാഹു ഒരു വലിയ തോൽവിയായി മാറും. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയായി പ്രതിഫലിക്കും എന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. അതനുസരിച്ച് തന്നെയാണ് അവിടുത്തെ അഭിപ്രായ സർവേ ഫലങ്ങളും പുറത്തു വരുന്നത്.